കഴിക്കുന്നവരാണെങ്കിൽ, ഇനി സൈക്കോട്ടിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഉള്ളവരാണെങ്കിൽ അവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാം. കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാം. 6-7 വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. വളരെ നന്നായി കോൺസെൻട്രേഷൻ കൂടും. അവർ ക്ലാസ്സിൽ ഒരു നന്നായി ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. വേറെ എന്ത് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ ഈവനിങ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. 4:30 to 5:30 പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്റർനാഷണൽ ഹോളിസ്റ്റിക് അക്കാഡമി ദോഹയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ അവരെല്ലാം അറബിക് സ്റ്റുഡൻസ് ആയിരുന്നു, ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരെൻ്റെ അടുത്ത് ചോദിക്കും ഏത് സമയത്താണ് ചെയ്യേണ്ടത്. ഞാനിങ്ങനെ പറഞ്ഞു, അവർക്കാണെങ്കിൽ അവർ കൃത്യമായി നിസ്കാരവും കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പർലി ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം അവർ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞൊരു ടൈം വരുന്നില്ലേ, അത് ചെയ്തിട്ട് ചിലപ്പോൾ രാത്രി 1 മണിക്കൊക്കെ കിടക്കുന്നവർക്ക് പിന്നെയും ഉറങ്ങേണ്ടി വരും. നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെയും കിടക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ കൃത്യമായി ആ ഒരു സമയത്ത് ചെയ്തു. അവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 11 സ്റ്റുഡൻസ് ആണ് ഉണ്ടായത്. 5 പേര് ഇപ്പോൾ യോഗ ഇൻസ്ട്രക്ടേഴ്സ് ആണ്, ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരാണെങ്കിലും അവരുടെ പ്രൊഫഷനിൽ അവർക്ക് വളരെ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് എങ്ങനെ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ അത്രേ പറയാനുള്ളൂ. ഈ ഒരു ചെറിയൊരു സെഷൻ ആയിട്ടാണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് എടുത്തത്. ഇതിന് സാൻസ്ക്രിറ്റ് പറഞ്ഞ് അല്ലെ കുറെ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവണം എന്നില്ല. പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം സാറിന്റെ ക്ലാസ്സസിനെ പറ്റിയാണ്. സാറിന്റെ 2nd ലെവൽ പൂട്ടെക്സ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും പങ്കെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 2-3 ബാച്ചിന് മുന്നേ ഉള്ളൊരു ബാച്ചിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം വിചാരിക്കും പൈസ കൊടുത്തിട്ട് പ്രാക്ടീസ് എങ്ങനെയാണെന്നുള്ളത്, പക്ഷെ നമുക്കതിൻ്റെ ഒരു വാല്യൂ നമുക്ക് കിട്ടും അതിൽ നിന്ന്. വെച്ചാൽ ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഇത് ഇങ്ങനെ പരിപാടി ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്യാനൊന്നും വിചാരിച്ചിട്ടില്ല. സാർ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കാനുണ്ടായത് ആക്ച്വലി ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയതൊക്കെ സാറിലൂടെയാണ്. അതുപോലെ തന്നെ ഞാനിപ്പം മിസ് കേരള ഫാഷൻ ആൻഡ് ഫിറ്റ്നസ്സിൽ പങ്കെടുത്ത ഒരു ഫൈനലിസ്റ്റ് ആണ്. അപ്പം അതിൻ്റെ എനിക്കൊരു കറേജ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒന്ന് ചെയ്യാൻ എനിക്ക് തോന്നിയത് തന്നെ സാറിൻ്റെ പ്രാക്ടീസസും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ ലൈഫിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സാണ് ആദ്യം നടക്കുന്നത്. പിന്നെയാണ് നമ്മൾ കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടും. നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുന്നതും പൈസ കൊടുത്തിട്ട് ക്ലാസ് എടുക്കുന്നതും രണ്ടും രണ്ടാണ്. അത് ഡിഫറെൻ്റ്, നമുക്ക് അത് ഫീൽ ചെയ്യും. അത് സാറ് വിചാരിച്ചുകൊണ്ടതല്ല, കാരണം അതിൽ പ്രാക്ടീസസ് കുറച്ച് കൂടുതലുണ്ട്. നമ്മളത് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണം നമുക്ക് കിട്ടും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അൺറൈസ് ചെയ്ത് ചോദിക്കണേ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അൺറൈസ് ചെയ്ത് ചോദിച്ചാൽ ബെറ്റർ ആയി. താങ്ക് യു. ഹലോ മാം. പറയൂ. മാം, ഇത് ആർക്കൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ത്രാടക മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി അങ്ങനെ കോൺട്രാ ഇൻഡിക്കേഷൻസ് പ്രഗ്നന്റ് ലേഡീസിന് വരെ ചെയ്യാം. പിന്നെ ഈ ഭയങ്കര ഈ ഡിപ്രസൻസ്, ലൈക്ക് തീരെ സൈക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ബാക്കി എല്ലാവർക്കും ചെയ്യാം. ആർക്കും അങ്ങനെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ആയിട്ട് ഇല്ല. കണ്ണിന്റെ 2 കണ്ണ് സർജറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്ലാസ് വെക്കും. കണ്ണിന് ബുദ്ധിമുട്ടുള്ളവര് ചെയ്യരുത്. എന്ന് വെച്ചാല് സർജറി ഒക്കെ ചെയ്തവര്, കണ്ണിന്റെ ഐസൈറ്റ് കുറവുള്ളവർക്ക് ചെയ്യാം. ലൈക്ക് കാഴ്ചക്കുറവുള്ളവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ച കൂടും. അപ്പോൾ കാഴ്ചക്കുറവുള്ളവർക്ക് ചെയ്യാം, പക്ഷെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ചെയ്യണം. കാറ്ററാക്ടിന്റെ സർജറി കഴിഞ്ഞ ആൾക്ക് ചെയ്യാൻ പറ്റുമോ? ഹീലായില്ലേ? ഇപ്പൊ സർജറി കഴിഞ്ഞിരിക്കുകയാണോ? അല്ല, ഞാൻ 5-6 വർഷമായി. അയ്യോ, എന്തായാലും ചെയ്യാം. അങ്ങനത്തെ നമ്മളിപ്പോ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥയെ സ്ട്രെയിൻ ചെയ്യരുത് എന്നല്ലാതെ ബാക്കി എല്ലാവർക്കും ചെയ്യാം. കാറ്ററാക്ട് സർജറി ചെയ്തവർക്കൊക്കെ ചെയ്യാം, ഒരു പ്രശ്നമില്ല.
ഓക്കെ മാം, താങ്ക് യു മാം. മാഡം ഗ്ലാസ് വെച്ചിട്ട് ഈ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. ഗ്ലാസ് വെച്ചിട്ട് ചെയ്യാം, പക്ഷെ പ്രിഫറബിളി ഗ്ലാസ് അയച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ലത്. നമുക്ക് കാണാൻ പറ്റുമല്ലോ ദീപം. അപ്പൊ നമ്മള് ഐസൈറ്റ് കൂടിക്കോളും. ഗ്ലാസ് വെച്ചിട്ട് കാണാൻ പറ്റുന്ന ദൂരത്തിലല്ലേ നമ്മൾ വെക്കുന്നത്, അധികം ദൂരെ അല്ലല്ലോ വെക്കുന്നത്. അതെ. കാണാൻ പറ്റില്ലേ? അത്രയും കുറച്ച് പവർ കാണുന്നുണ്ട്. എല്ലാ കാര്യവും ക്ലിയർ ആവണില്ലേ? ഗ്ലാസ് എടുത്താൽ പെട്ടെന്ന് ചിലപ്പോ വിഷനിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അല്ലെ? ഡബിൾ വിഷൻ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കണ്ണട വെച്ച് ചെയ്യാം. ഇനിയിപ്പോ ചെറിയൊരു പവർ കുറവാണ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് കണ്ണട വെക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ഈ ഐസൈറ്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ മാം, ഹലോ മാം, പറയൂ. എനിക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ട്. ഇത് പെട്ടെന്ന് മറന്നും പോകും. അപ്പം ഈ റെക്കോർഡിങ് കിട്ടുമോ മാം? റെക്കോർഡിംഗ് ഞാൻ ചാനലിൽ ഇടാറുണ്ടല്ലോ, യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട്, അതിൽ കണ്ടോളൂ. ഹായ് മാം. പറയൂ ലിൻഡ, പറയൂ. മാം, ഈ ആജ്ഞാചക്രത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതിന് അഫർമേഷൻസ് എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ? അഫർമേഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് എന്തൊക്കെ വേണം, ലിൻഡയ്ക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് ലിൻഡയ്ക്കല്ല അറിയുള്ളൂ. ലിൻഡയ്ക്ക് ഇപ്പം ലിൻഡ പഠിക്കുകയാണെങ്കിൽ ചിലപ്പം എനിക്ക് വളരെ നന്നായി പഠിക്കണം ഒരു അഫർമേഷൻ നമുക്ക് ഞാൻ ഏറ്റവും നന്നായി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെ ഒരു അഫർമേഷൻ നമുക്ക് കൊടുക്കാം. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. ഈ ആജ്ഞാചക്രത്തിന് ഇന്ന അഫർമേഷൻ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല, എവിടെ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഞാനിപ്പോ ഏറ്റവും സ്ഥിരമായി ചെയ്യുന്നത്, ഞാനൊരു സമാധാനമുള്ള ആളാണ്. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനമാണല്ലോ. ഐ എം എ പീസ്ഫുൾ സോൾ. ആ ഒരു സാധനം ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു അഫർമേഷൻ ആണ്. അങ്ങനത്തെ സ്ഥിരമായി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, ഇപ്പം ചിലർക്ക് കുട്ടികളായിരിക്കാം, ചിലർക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള അഫർമേഷൻസ് പറയാം, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയുള്ള അഫർമേഷൻസ് പറയാം, പണത്തിന് വേണ്ടിയുള്ള അഫർമേഷൻസ്. അതൊക്കെ നിങ്ങളുടെ ഒരു പേഴ്സണലൈസ്ഡ് ആണത്. നമുക്ക് ജീവിതത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് സമാധാനമുള്ള ആൾക്കാരാണ്, സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ്, അല്ല എല്ലാവരോടും സ്നേഹമുള്ള ആൾക്കാരാണ്. അങ്ങനത്തെ ഒക്കെ നമുക്ക് സ്ഥിരം കോമൺലി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു മാം. പ്രമോദ് എന്തോ പറയാനുണ്ടല്ലോ, പറഞ്ഞോളൂ. പ്രദീപ് സർ പറയാം. നമ്മളിപ്പോ 3 ഇതായിട്ടായല്ലോ ചെയ്യുമല്ലോ. ഫസ്റ്റ് പ്രാണായാമം. അപ്പൊ നമ്മളത് ഈ മോർണിംഗിലാണ് പ്രാണായാമം അല്ലേ ചെയ്യുന്നത്? അതെ, മോർണിംഗിലും ചെയ്യാം, ഈവനിങ്ങിലും ചെയ്യാം പ്രാണായാമം. അതിനുശേഷം 3 പറഞ്ഞിരുന്നല്ലോ. സോറി, അതിനുശേഷം രണ്ടാമത്തെ സെക്ഷനിൽ 3 കൂടെ പറഞ്ഞിരുന്നല്ലോ. അതെ പറഞ്ഞിരുന്നു. അത് പ്രാണായാമം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ചെയ്യേണ്ടതാണ്. ഇത് നമുക്ക് മെഡിറ്റേഷനും പ്രാണായാമവും കംപ്ലീറ്റ്ലി ഒരുമിച്ച് ചെയ്യണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രാണായാമം നമുക്ക് ഇതിന് മുന്നേ ചെയ്യാം. അതിപ്പോ 369 എന്നുള്ള പ്രാണായാമമാണ് അധികം ആൾക്കാരും ചെയ്യുന്നത് ഈ ഒരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് നാഡീശുദ്ധി പ്രാണായാമം ചെയ്തിട്ടും തുടങ്ങാം. ഏത് പ്രാണായാമെങ്കിലും ഒരു പ്രാണായാമം ചെയ്യാം മെഡിറ്റേഷന് മുന്നേ. രാവിലെ ഒരു പ്രാവശ്യം ചെയ്യാം, ബ്രഹ്മമുഹൂർത്തത്തിൽ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ നൈറ്റ് ഉറങ്ങുന്നതിന്റെ മുന്നേ ചെയ്യാം. പിന്നെ 6:30 to 7:30 സന്ധ്യാസമയം എന്ന് പറയും, ആ ഒരു സമയവും നല്ല സമയമാണ്. 3 സമയങ്ങളാണ് ഈ മെഡിറ്റേഷൻ ചെയ്യാൻ ഏറ്റവും നല്ലത്. അല്ല, ഞാൻ ചോദിച്ചത് നമ്മൾ രണ്ടാമതൊന്ന് പറഞ്ഞിരുന്നല്ലോ, രണ്ടാമത്തെ ക്ലാസ്സിൽ 3 മെഡിറ്റേഷൻ. അത് ഞാൻ പ്രാണായാമം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെയ്യേണ്ടത് തന്നെയാണോ? അത് രാവിലെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം അത് കുറച്ചും കൂടെ ബ്രീത്തിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളതാണ്. ഇപ്പൊ രാവിലെ ചെയ്തോളൂ. അത് ഇതിന് മുന്നേ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കുറച്ചും കൂടെ ഫോഴ്സിലുള്ളതാണ്. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു ഉറക്കത്തിലേക്ക് നയിക്കുന്നതാണ്. കാരണം മെലോട്ടോണിൻ സെക്രീഷൻ ഒക്കെ കൂട്ടുന്നതാണ്. അപ്പൊ എന്ന് വെച്ചാൽ അപ്പൊ ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള പ്രാണായാമങ്ങളൊന്നും ചെയ്യണ്ട. ഈ ഒരു മെഡിറ്റേഷനിലേക്ക് ചെയ്യുന്ന സമയത്ത് ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യണ്ട. കാരണം ഇതൊരു ഹാർട്ടിന്റെ റിതം, അതുപോലെ തന്നെ ഉറക്കത്തിന്റെ ഒരു റിതം, അതൊക്കെ കൊണ്ടുവരാനുള്ള ഒരു മെഡിറ്റേഷൻ ആണ്. അപ്പം വളരെ ലൈറ്റ് ആയിട്ട് ചെയ്യുന്നത്, ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ പല്ലുകൾക്കിടയിലൂടെ ശ്വാസമുള്ളിൽ, കഴിഞ്ഞ പഠിച്ചിട്ടുണ്ടായിരുന്നു, പല്ലുകൾക്കുള്ളിലൂടെ എടുത്തിട്ട് മൂക്കിലൂടെ വിടുന്നത്, അതൊക്കെ ചെയ്യാം. അല്ലാണ്ട് ഫോഴ്സിൽ ചെയ്യുന്ന കപാൽഭാതി, ഭസ്ത്രിക അങ്ങനത്തെ ഒന്നും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല.
മനസ്സിലായോ? മാം ആ മനസ്സിലായി. ഓക്കെ ഓക്കെ, പറയൂ പറയൂ. ഹലോ മാം എനിക്കിത് നെറ്റ്